അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിധമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ളതായ ഈ സേനയുണ്ടല്ലോ, അപര്യാപ്തം എന്നുള്ള വാക്കിന് രണ്ടർത്ഥമാണ്. സീമാതീതമായിട്ടുള്ള ഒരു സേന, അത്രയ്ക്ക് വലിപ്പമുണ്ടെന്ന്. പിന്നെ ഒന്നോ പര്യാപ്തമല്ല എന്ന് വെച്ചാൽ മുഴുവനും കഴിവില്ല, സമർത്ഥമല്ല എന്നർത്ഥം. ആ ഒരു വാക്കാണ് വ്യാസദേവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്നു ഭീഷ്മൻ അജയ്യനാണ്, ഭീഷ്മന്റെ കയ്യിലുള്ള സേന വിപുലവുമാണ്, കൂടുതലാണ്. എന്നാലും ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ട എൻ്റെ സേന കാര്യം നടത്താൻ അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് പൂർണ്ണത്ര കഴിവും സാമർഥ്യവും കൗശലവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നേരെ മറിച്ച് 7 അക്ഷൗണിയെ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിലും പര്യാപ്തം ത്വിധമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ആ ഭീമനാണ് അവിടെ രക്ഷിക്കുന്നത്. ഭീമൻ എങ്ങനെയാ? എന്നോട് ദ്വന്ദ്വയുദ്ധം, ഗദായുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്. ദുശാസനെ കൊന്ന് ചോര കുടിക്കും ഞാൻ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ആ ഭീമനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ എന്ത് ഊറ്റം പറഞ്ഞാലും ഉള്ളുകൊണ്ട് നെടുങ്ങുക ചെയ്യണത് എനിക്ക്. പര്യാപ്തം ദ്വിധമേതേഷാം, 7 അക്ഷൗണിയാണെന്ന് പറഞ്ഞ് കാര്യമില്ല. അവർ വേണ്ടത്ര കാര്യം നടത്താൻ സമർത്ഥവും ശക്തവുമാണ്. ഇത്രയും 2 സൈന്യത്തിനെ കുറിച്ചും പറഞ്ഞ് അവസാനം ആചാര്യനോട് എന്ത് വേണം എന്ന് ചോദിക്കല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാചാര്യൻ്റെ അടുത്ത് പോയാൽ സാധാരണ എന്താ പറയുക, എന്താ വേണ്ടതെന്ന് ചോദിക്കുക ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നണത്. അതിന് പകരം രാജാവ് ആ രാജസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഹുങ്കോടുകൂടി, ഗൗരവോടുകൂടി, പ്രൗഢിയോടുകൂടി ആചാര്യന് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുന്നു. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വയേവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ. ഭീഷ്മനാണ് സൈന്യത്തെ വ്യൂഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനങ്ങളിൽ, യഥാസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് എന്തു വേണം? ഭീഷ്മമേവാഭിരക്ഷന്തു. എൻ്റെ ഈ യുദ്ധത്തിൽ നിർണായകമായ ദൗത്യം നിർവഹിക്കാൻ പോകുന്നത് മുത്തശ്ശനായ ഭീഷ്മനാണ്. അദ്ദേഹം മാത്രമേ ഇവിടെ അജയ്യൻ എന്ന് പറയാനുള്ളൂ. ആ ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. എന്നാൽ ആ ഭീഷ്മന് ചില പൊള്ളത്തങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്കറിയാം. അതുകൊണ്ട് എന്ത് വേണം? ഭീഷ്മന്റെ ദേഹരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങയ്ക്ക് ഒരു ദൗത്യമേ ഉള്ളൂ. ശത്രു സൈന്യത്തെ കിടന്ന് ആക്രമിക്കണം എന്ന് ഞാൻ പറയണില്ല. ഭീഷ്മന് കോട്ടവാട്ടം വരാതെ സൂക്ഷിച്ചു നോക്കണം. ഇത് മാത്രം അങ്ങ് ചെയ്താൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ട. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആചാര്യനുള്ള ആജ്ഞ. ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വയേവ ഹി. ആരെങ്കിലും ഒരാൾ വകുതിരിവുള്ളവൻ ആചാര്യൻ്റെ അടുത്ത്, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ആരെങ്കിലും ധിക്കരിച്ച് സംസാരിക്കുമോ? ഒന്ന് ചെന്ന് പ്രണമിച്ചു എന്ന് സഞ്ജയൻ ഇവിടെ പറയുന്നില്ല. അവിടെ ചെന്നിട്ട് മഹാരാജാവ് രാജപ്രൗഢിയോടുകൂടി, ധിക്കാരത്തോടുകൂടി, ആ ആജ്ഞാന്ധതയോടുകൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ സംസാരം ഇങ്ങനെ തുടർന്ന് പോയാൽ ഇനി എന്തൊക്കെയാണാവോ ഇവൻ പുലമ്പുക എന്ന് സംശയം തോന്നിയ ആർക്ക്? കൂടെ നിൽക്കുന്ന ഭീഷ്മപിതാമഹന്. അങ്ങനെ സംശയം തോന്നിയപ്പോൾ ആ ഭീഷ്മൻ എന്ത് ചെയ്തു? ഈ ദുര്യോധനന്റെ പുലമ്പലുണ്ടല്ലോ, ഇത് എങ്ങനെയായാലും ഒന്ന് നിർത്തണം. അതിന് എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, യുദ്ധകാഹളം മുഴക്കുക എന്ന് തീരുമാനിച്ച് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. എന്നാ ദുര്യോധന, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് വഴക്കടിക്കാനുള്ള സന്ദർഭമല്ലാതെ എന്തെങ്കിലും ഒരു കൗശലം സൂത്രരൂപത്തിൽ പ്രയോഗിച്ച് ഈ ശിഷ്യന്റെ ധിക്കാരപൂർവമായ സംസാരം പിടിച്ച് നിർത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. തസ്യ സഞ്ജനയൻ ഹർഷം. അതേ സമയത്ത് ദുര്യോധനന് നിരാശ തോന്നരുത്, സന്തോഷം തോന്നും വേണം. ഞാൻ സൈന്യത്തലവനാണല്ലോ എന്ന് വിചാരിച്ച് കുരുവൃദ്ധ പിതാമഹ, കുരുവൃദ്ധനാണ്, പിതാമഹനാണ്. സിംഹനാദം വിനദ്യോച്ചൈഃ. ഉറക്കെ സിംഹത്തെ പോലെ ഒരു അലർച്ചി അങ്ങോട്ട് അലറിയത്രേ. എന്നിട്ടോ ശംഖം ദദ്മൗ പ്രതാപവാൻ. വലിയ പ്രതാപശാലിയാണല്ലോ ഭീഷ്മൻ.
ഒരു സിംഹധ്വനി മുഴക്കിയതിന് ശേഷം ശംഖെടുത്തിട്ട് വിളിച്ചു. അപ്പൊ പിന്നെ സംസാരിക്കാൻ സ്ഥാനമില്ലല്ലോ. സേനാധിപൻ ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ യുദ്ധകാഹളം മുഴക്കണം. പിന്നെ അവിടെ ദുര്യോധനനോ വേറൊരാൾക്കോ സംസാരിക്കാനുള്ള അവസരമില്ല. അത് നിർത്താൻ വേണ്ടിയിട്ട് സിംഹനാദം വിനദ്യോച്ചൈഹി ശംഖം ദദ്മൗ പ്രതാപവാൻ. ധൃതരാഷ്ട്ര മഹാരാജാവേ, സഞ്ജയനാണിതാ സംസാരിക്കുന്നത്. കുരുക്ഷേത്രത്തിൽ എന്ത് നടന്നു? എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു എന്ന് ചോദിച്ചില്ലേ? അങ്ങയുടെ പുത്രൻ ചെയ്ത കോലാഹലമാണത്, കേട്ടോളൂ. അത് നിർത്താൻ വേണ്ടി ഭീഷ്മന് ശംഖ് വിളിക്കേണ്ടി വന്നു. ആ ശംഖ് വിളിക്കേണ്ട താമസം അക്ഷമരായി ആ ഭാഗത്തുള്ളവരെന്ത് ചെയ്തു? തദശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദഃ തുമുലോ അഭവത്. തതഃ അനന്തരം ഭീഷ്മൻ ആദ്യമായിട്ട് ശംഖ് വിളിച്ചു എന്നങ്ങോട്ട് കേട്ടപ്പോ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ, അവിടെയുള്ളവരെല്ലാവരും ശംഖും വിളിച്ചു, ഭേരി മുഴക്കി. പണവം, ആനകം, ചെറിയ ചണ്ട, ഇടയ്ക്ക പോലെയുള്ളത് പെരുമ്പറ, കയ്യിലുള്ള വാദ്യങ്ങളും ശംഖും എല്ലാം കൂടി ഗംഭീരായിട്ടൊരു ഘോഷം അങ്ങോട്ട് മുഴക്കിയത്രേ. അതെങ്ങനെ? സഹസൈവാഭ്യഹന്യന്ത. അതിലൊരു ചിട്ടയും ഒരു ക്രമമൊന്നുമില്ല. ഭീഷ്മനാണ് ശംഖ് വിളിച്ചത്. അപ്പൊ ഭീഷ്മന്റെ തൊട്ടടുത്ത് വിളിക്കേണ്ടത് ദ്രോണരാണ്, അതിൻ്റെ അപ്പുറത്ത് തലമുതിർന്നവരാണ്, അതിനുശേഷമാണ് ബാക്കി ഓരോരുത്തരും വിളിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇങ്ങോട്ട് പുറപ്പെട്ടു ശബ്ദം. എല്ലാം കൂടിയിട്ടൊരു ബഹളം, ഒരു കൂട്ടപ്പടക്കം പൊട്ടിച്ച മാതിരിയായി അത്. സഹസൈവാഭ്യഹന്യന്ത. പെട്ടെന്നാണ് ആ മുഴക്കം. ആ ശബ്ദത്തിന് എന്ത് സംഭവിച്ചു? സശബ്ദഃ തുമുലോ ഭവത്. കഴിഞ്ഞു, അത്രേ പറയാനുള്ളൂ. പുറപ്പിടിച്ചത് 11 അക്ഷൗഹിണി സേനയുടെ മധ്യത്തിൽ നിന്നാണ്. ആ ശബ്ദത്തിന് എതിർഭാഗത്ത് പ്രവേശിക്കാനോ അവരുടെ ഉള്ളിൽ നുഴഞ്ഞു കയറാനോ അവരെ ഒന്ന് കിടിലം കൊള്ളിക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല. എല്ലാം കൂടിയിട്ടൊരു കൂട്ടപ്പൊരിച്ചൽ, ഒരു മരണപ്പാച്ചൽ പോലെയാ അവിടെ ഉണ്ടായത്. ഇതാണ് ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും മീതെ ഒരു സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തന്നെ പറഞ്ഞാലും, എത്ര തന്നെ തർക്കിച്ചാലും, എത്ര തന്നെ സമർത്ഥമായി പെരുമാറിയാലും, എന്ത് തന്നെ വന്നാലും ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കണ മാതിരിയാണ് എല്ലാം. പൂച്ച കണ്ണടച്ച് നിങ്ങൾ പാല് കുടിക്കുക, ഒരൊറ്റ ആളും കാണുന്നില്ല. പൂച്ച കണ്ണടച്ചത് കൊണ്ട് ബാക്കിയുള്ളവർ കാണാനില്ലാവൂ. ധർമ്മത്തിൻ്റെ കണ്ണടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ധർമ്മത്തിന് അതിൻ്റെതായ അതിസൂക്ഷ്മ ഗതിയും പ്രഭാവവുമുണ്ട്. ആ ധർമ്മസ്വാധീനത്തിൽ പെട്ടിട്ടാണ് ദുര്യോധനൻ ഇങ്ങനെയൊക്കെ പുലമ്പിയതും ആചാര്യനോട് ധിക്കരിച്ച് പെരുമാറിയതും ഭീഷ്മർക്ക് ഗത്യന്തരമില്ലാതെ ശംഖ് വിളിക്കേണ്ടി വന്നതും. അത് കേട്ടതോടുകൂടി ഇവരെല്ലാവരും കൂടി ഒരു പരക്കമ്പാച്ചൽ പോലെ അങ്ങോട്ട് വിളിച്ചു. കഴിഞ്ഞു അവരുടെ ഭാഗത്ത് നടന്ന സംഭവം. ഇനി മറുഭാഗത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആദ്യം പാണ്ഡുപുത്രന്മാരല്ല പുറപ്പെട്ടത്, അങ്ങയുടെ ഭാഗത്തു നിന്നാണ് പുറപ്പാടുണ്ടായത്. അതിന് പ്രതിധ്വനി എന്നുള്ള നിലയ്ക്ക് മാത്രമേ പാണ്ഡവന്മാർ പുറപ്പെട്ടുള്ളൂ. അതെങ്ങനെയാന്ന് കേട്ടോളൂ. തദശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്വതുഃ. തദശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്വതുഃ. തതഃ തതഃ ഭീഷ്മൻ ശംഖ് മുഴക്കി, ശംഖ് വിളിച്ചു. അവരെല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി നെലുവിളി കൂട്ടി, കലശൽ കൂട്ടി. ഇനിയിപ്പോൾ നമുക്ക് പ്രതിരോധം ചെയ്യാതെ പറ്റില്ല എന്ന് തീരുമാനിച്ച് പാണ്ഡവന്മാര്, ദൃഷ്ടദ്യുമ്നനാണ് സൈന്യത്തലവൻ. അവിടെ നിന്ന് അങ്ങോട്ട് 5 പാണ്ഡവന്മാരുണ്ട്. ഇവരാരും ഒന്നും ചെയ്തില്ല. ദൃഷ്ടദ്യുമ്നൻ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയില്ല എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞിട്ട് എന്നൊന്നും പറഞ്ഞില്ല. അവിടെ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരുന്നു. ഭീഷ്മനെ പോലെ ഒരു മഹാരഥൻ, ഒരു മഹാശയൻ, ഒരു പ്രാജ്ഞ വൈഭവമുള്ളവൻ, അദ്ദേഹം ശംഖ് വിളിച്ചാൽ അതിന് പ്രതിധ്വനിക്ക് ഞങ്ങൾക്ക് ആർക്കും അർഹതയില്ല എന്ന് പറഞ്ഞ് ഞാൻ സൈന്യത്തലവനായാലും പുറപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒതുങ്ങിയിരുന്നപ്പോൾ അങ്ങനെ ആയാൽ പറ്റില്ല എന്ന് പറഞ്ഞ്, യുദ്ധം ചെയ്യില്ല ഞാൻ എന്ന് പറഞ്ഞ് വന്ന ആള് യുദ്ധം ചെയ്യിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചെയ്യിക്കാനുള്ള സിഗ്നൽ, സമ്മതവും ആഹ്വാനവും നൽകിക്കൊണ്ട്
തദശ്വേതൈർഹയൈർയുക്തേ, വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള അർജുന രഥമാണ്. മഹതിസ്യന്തനേ സ്ഥിതൗ, അതിമഹത്തായിരിക്കുന്ന രഥം. ആ വാക്കുകൾ കേട്ടോളൂ. മാധവ പാണ്ഡവശ്ചൈവ, മാധവനും പാണ്ഡവനും അർജുനനും ദിവ്യൗ ശംഖൗ പ്രദധ്വതു, അവരവരുടെ കയ്യിലുള്ളതായ ദിവ്യ ശംഖങ്ങളാണ് എടുത്ത് ഊതിയത്. അങ്ങനെ ശംഖ് ഊതിയെന്ന് പറഞ്ഞതുകൊണ്ട് സഞ്ജയന് തൃപ്തിയാവുന്നില്ല. ആ ശംഖിന്റെ പേരുകളും വർണ്ണനകളും ഒക്കെ വളരെ വിശേഷമാണ്. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ, പൗണ്ഡ്രം ദധ്വൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ, അനന്തവിജയം രാജാ കുന്തീപുത്രോ യുധിഷ്ഠിരഃ, നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ, കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ, ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ, ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപദേ, സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദധ്മു പൃഥക് പൃഥക്. അവിടെ കൂട്ടപ്പൊരിച്ചിലൊന്നും ഉണ്ടായില്ല. വളരെ അടക്കും ചിട്ടയും ഉണ്ടായിരുന്നു അവിടെ. ആരാണ് മുമ്പ് വിളിക്കേണ്ടത്, അതിൻ്റെ പിന്നിൽ വിളിക്കേണ്ടത് ആരാ, ആ ക്രമമൊന്നും അവിടെ വാശിയുടെയോ ഉത്സാഹത്തിൻ്റെയോ പേരിൽ ഒന്നും തെറ്റിക്കാതെ വളരെ ചിട്ടയോടുകൂടി വിളിച്ചിരിക്കുന്നു. അതെന്താ, ശംഖ് മാത്രമേ വിളിച്ചുള്ളൂ, പിന്നെ ഒന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ പെരുമ്പറയും പറയും ചെണ്ടയും ഹാ ഹൂ കൊമ്പ് കുഴലൊക്കെ ഉണ്ടായിരുന്നു. അവർ വെറും ശംഖുവിളി മാത്രമേ അവിടെ നടന്നുള്ളൂ. പാഞ്ചജന്യം ഹൃഷീകേശോ, കൃഷ്ണൻ വിളിച്ചത് ആദ്യമായി തൻ്റെ പാഞ്ചജന്യമാണ്. ദേവദത്തം ധനഞ്ജയ, സാരഥി വിളിച്ചപ്പോ രഥി എന്നുള്ള നിലയ്ക്ക് അർജുനൻ സമ്മതം കിട്ടി, ഉത്സാഹം തോന്നി. ദേവദത്തം എന്ന് പറയുന്ന ശംഖാണ് വിളിച്ചത്. പൗണ്ഡ്രം ദധ്വൗ മഹാശംഖം ഭീമകർമാ വൃകോദരഃ, വൃകോദരൻ ഭീമൻ വിളിച്ചതോ പൗണ്ഡ്രം എന്ന് പറയുന്ന ശംഖാണ്. അനന്ത വിജയം രാജ, യുധിഷ്ഠിരന്റെ കയ്യിലുള്ള ശംഖിന് പേരെന്താ, അനന്ത വിജയം. കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. നമുക്ക് ഓരോന്നും കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പേരിട്ടിട്ടുണ്ടോ? അവനവൻ്റെ കുടുംബത്ത് കുട്ടികൾ ജനിക്കുമ്പോൾ നല്ല പേര് തിരഞ്ഞെടുത്തിടുവപ്പ. ഇപ്പം എന്തൊക്കെയാ പേരിടുന്നത്? ചുള്ളിമോൻ, കള്ളിമോൻ, ഷുജു, മുജു, കുജു, പുജു. എന്താ ഇതിനൊക്കെ അർത്ഥം എന്നറിയില്ല. ഗൾഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ശുചു ജുജുവായി. എന്താ പേരിടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ്. 3 അക്ഷരമുള്ള പേരാണ് ഏറ്റവും വിശേഷം. അത് ദേവന്മാരുടെ പേരുകളാണ് ആദ്യം ഇടുക. അത് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ, ഗുണവിശേഷങ്ങൾ, നന്മകൾ, മൂല്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പര്യായ ശബ്ദങ്ങളാവണം പേരിടാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ദുർമുഖി എന്ന് പേരിടുമോ? എന്നാ പിന്നെ ഷുജു കുജു എന്നെന്താ പറഞ്ഞത്? എന്താ ഈ അർത്ഥം? പേരിനൊരു അർത്ഥം വേണമല്ലോ. അപ്പൊ ആ പേര് നോക്കൂ. ദേവദത്തം ധനഞ്ജയ അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ. പേരിടിനപ്പ മണിപുഷ്പകം എന്ന് പറഞ്ഞ്. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ അധികം കാണാറില്ല. അപ്പം മകള് പറയാ പൂർണ്ണ പുഷ്കലാമ്പാൾന്ന്. ഞാൻ അമ്പരന്ന് പോയി. പൂർണ്ണ പുഷ്കലാമ്പാൾ എന്നൊരു പേരോ? എങ്ങനെയാ ഇതൊക്കെ തിരഞ്ഞെടുത്തതെന്ന് ആലോചിക്കൂ. അതൊക്കെ പോയിട്ട് നമ്മുടെ സംസ്കാരം കുത്തനെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു. പേരൊന്നുമില്ല. അപ്പോൾ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പേര് പറയുന്നില്ല സഞ്ജയൻ. ഓരോരുത്തരും വിളിച്ചു എന്നേ പറയുന്നുള്ളൂ. ശിഖണ്ഡി, മഹാരഥനായ ശിഖണ്ഡി, പരമേശ്വാസനായ കാശ്യൻ, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സാത്യകി, ദ്രുപദൻ, ദ്രൗപദേയന്മാർ എല്ലാവരും തന്നെ മഹാരാജാവേ, അഭിമന്യുവും എല്ലാവരും കൂടി ശംഖാൻ ദധ്മു പൃഥക് പൃഥക്, ഒറ്റയ്ക്ക് അടക്കും ചിട്ടയും മര്യാദവും ക്രമവും മുറയും എല്ലാം പാലിച്ചുകൊണ്ട് അവരവരുടെ കയ്യിലുള്ള ശംഖുകൾ വിളിച്ചു. വിളിച്ചപ്പോൾ എന്തുണ്ടായി? 7 അക്ഷൗണി സേനയെ ഇപ്പുറത്ത് കയ്യിലുള്ളൂ. അവർ വിളിച്ചത് ശംഖാണ്. സഘോഷോധാർത്തരാഷ്ട്രാണാം
ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. കേൾക്കണല്ലോ? ആ ഘോഷമുണ്ടല്ലോ. മറ്റത് ഗംഭീരമായി മുഴങ്ങിയെന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ പറയണത് എന്താ? ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. ധൃതരാഷ്ട്രപക്ഷത്തിൽ, ദുര്യോധനന്റെ പക്ഷത്തിലുള്ള സൈന്യങ്ങൾ ഒട്ടാകെ അവരുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി, ആക്രമിച്ച് കയറി, അതിനെ പിളർന്ന് മാന്തി പൊളിച്ചു എന്നാ പറയണത്. ആ ശംഖുദിന്റെ ശബ്ദം. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. പൃഥിവി ഭൂമിയിൽ മാത്രമല്ല, നഭ ആകാശത്തിലും കൂടി പ്രസരിച്ച് വ്യാപിച്ച് വ്യനുനാദയൻ എല്ലാ ദിക്കിലും മാറ്റൊലി കൊണ്ടു പ്രകമ്പിപ്പിച്ചു ആ ശബ്ദം. ഇതാണ് ധർമ്മക്ഷേത്രത്തിന്റെ സ്വാധീനം. അവർ യുദ്ധം ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയി കാണില്ല. അവരെ തുണയ്ക്കാൻ ധർമ്മം നല്ല പോലെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എല്ലാം കഴിഞ്ഞു. രണ്ടു കൂട്ടക്കാരും ചെയ്തത് പറഞ്ഞു. ഇനി എന്തില്ലായി? യുദ്ധം തുടങ്ങിയേ വേണ്ടൂ. പെട്ടെന്ന് തുടങ്ങിയില്ല. എന്താ അവിടെ നടന്നത്? ഒരു പരിശോധനയാ. ആരുടെ ഭാഗത്തുനിന്ന്? പാണ്ഡവന്മാരുടെ ഭാഗത്തുനിന്ന്. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസംപാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ. ഹനുമാൻ ചിഹ്നമായിട്ടുള്ള കൊടിക്കൂറയാണ് അർജുനന്റെ രഥത്തില്. ആ കപിധ്വജമായ കപിധ്വജമുണ്ടല്ലോ, അതുള്ള രഥത്തിലുള്ള അർജുനൻ എന്ത് ചെയ്തു? വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ, തൻ്റെ സൈന്യം നോക്കി, മറുസൈന്യത്തിനെയും നോക്കി. അയ്യോ, വളരെ വിപുലമാണല്ലോ, അങ്ങനെ നിരന്നു നിൽക്കണു. അതെല്ലാം നോക്കിയതിന് ശേഷം ധനുരുദ്യമ്യ പാണ്ഡവഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ. ശംഖ് വിളിച്ചു, പ്രതിധ്വനിയും കഴിഞ്ഞു. ഇനി ശസ്ത്രം പ്രയോഗിക്കണം. അങ്ങോട്ട് ടപ്പ് അങ്ങോട്ട് വിടണം. പിടുന്നതിനെ അങ്ങോട്ട് ഇങ്ങോട്ടും. അത്രയ്ക്ക് ആ 11 മണി 59:45 അരക്കാലി മഹാണിയും കഴിയും. ആ വൈകിയ സമയത്ത് പോലും അർജുനന്റെ മനസ്സിൽ തോന്നിയത് എന്താ? ധനുരുദ്യമ്യ പാണ്ഡവ. കയ്യിലുള്ള വില്ല് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കിട്ടിയിരിക്കുകയാണ് ഒരു അവസരം, കൃഷ്ണന് ഒരു ആജ്ഞ കൊടുക്കാൻ. ഇതുവരെ കൃഷ്ണനോട് തൻ്റെ ആവശ്യങ്ങളും അപേക്ഷകളും പറഞ്ഞു പോയ ആള് ആദ്യമായിട്ട് സാരഥിയായി കിട്ടിയിരിക്കുക. എത്രത്തോളം നാൾ എൻ്റെ സാരഥിയായിട്ടുണ്ടോ അത്രത്തോളം നാൾ രഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇഷ്ടം പോലെ പറയാമല്ലോ. അപ്പൊ തൻ്റെ കയ്യിലുള്ള ആ പ്രഭാവം പ്രതാപമെല്ലാം നല്ല പോലെ ഫീൽ ചെയ്ത് തോന്നിക്കൊണ്ട് ധനുരുദ്യമ്യ വില്ല് പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്. ആരോട്? കൃഷ്ണനോട്. ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. ഹൃഷീകേശം, ഹൃഷീകേശം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയമനം ചെയ്ത് കൊണ്ടു നടക്കുന്നത് ആരാ? ഉള്ളിലുള്ള ഒരു വൈഭവമാണ്. ആ ഇന്ദ്രിയങ്ങളെ അധീനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നവനാണ് ശരിയായ മനുഷ്യൻ. അങ്ങനെ കൃഷ്ണൻ നല്ല സെൻസറി കൺട്രോളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനോട് രാജാവേ തഥാ വാക്യം ഇദമാഹ, ഇങ്ങനെ ഒരു വാക്യമാണ് അർജുനൻ പറഞ്ഞത്. ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്, യുദ്ധം വരാൻ പോണു എന്ന് തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാവരും എല്ലായിടങ്ങളിലും ചെന്ന് അവരവർക്ക് വേണ്ട സഹായം തേടി. കൃഷ്ണനോടും തുല്യമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്, വൈവാഹികമായിട്ടുള്ള ബന്ധങ്ങളും കാണും കൃഷ്ണനായിട്ട്. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് ദ്വാരകയ്ക്ക് ചെന്നു സഹായം മേടിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ സൂത്രകാരനാണല്ലോ, അങ്ങനെ കിടക്കുക. വർത്തമാനം അറിഞ്ഞു. ആദ്യം വന്നത് ദുര്യോധന. അപ്പൊ ദുര്യോധനൻ വന്നു പിടിച്ചു എന്നൊക്കെ സംസാരം കേട്ടപ്പോൾ ഇദ്ദേഹം കണ്ണ് ഇറുക്കുക. എപ്പോൾ വേണമെങ്കിൽ ഉറങ്ങാമല്ലോ മനുഷ്യന്, കണ്ണടച്ചാൽ ഉറക്കായില്ലേ. അപ്പൊ ദുര്യോധനൻ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ ഉറങ്ങുക. ഉറങ്ങുക, ശരി നീ ഉറങ്ങി എണീക്കട്ടെ എന്ന് പറഞ്ഞ് എവിടെയാ ഇരിക്കുക എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ തലപ്പത്ത് 2 സോഫ കിടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ടാ ഇരുന്നത്. അവിടെ ചെന്നിട്ട് ഇരുന്നു തലപ്പത്ത്. കുറെ കഴിഞ്ഞിട്ടാണ് ഓടിക്കതച്ച അർജുനൻ എത്തിയത്. അർജുനൻ വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ കിടന്ന് ഉറങ്ങുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു?
അവിടെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചതിന് ശേഷം കാലിൻ്റെ അടിയിൽ അവിടെയായിരുന്നു. അങ്ങനെ രണ്ടാളും വന്നു. ദുര്യോധനൻ തലപ്പത്താണ്, അർജുനൻ താഴത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൃഷ്ണൻ കണ്ണങ്ങോട് തുറന്നു. ആരെയാ മുമ്പ് കാണുക? അർജുനനെ കണ്ടു. സമാധാനമായി. കൃഷ്ണനൊരു നെടുവീർപ്പിട്ടു. കാര്യം നടന്നു. അപ്പാണ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ദുര്യോധനൻ അവിടെ ഇരിക്കുന്നു. നിങ്ങൾ രണ്ടാളും വന്നു എഴുതിയിട്ടു, എന്താ വേണ്ടേ ഏതാ? അപ്പം ഞങ്ങൾ രണ്ടാളും മഹാഭാരത യുദ്ധത്തിന് സഹായത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും എനിക്ക് തുല്യബന്ധമുള്ളവരാണ്. അപ്പം എനിക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ മുഴുവൻ രണ്ടായി അങ്ങോട്ട് വിഭജിക്കാൻ പോവാ. രണ്ടായി വിഭജിക്കും. അതിൽ ഓരോന്ന് നിങ്ങൾ എടുത്തോളൂ. ഒരു ഭാഗത്ത് എൻ്റെ നാരായണീ സേന മുഴുവനും അതിൻ്റെ എല്ലാ അസ്ത്രശസ്ത്രങ്ങളോടുകൂടി അങ്ങോട്ട് വരും. മറുഭാഗത്ത് ഈ കൃഷ്ണൻ കയ്യിൽ അമ്പും വില്ലും എടുക്കില്ല, യുദ്ധം ചെയ്യില്ല, താൻ മാത്രമായിട്ടൊരു ഭാഗത്ത്. ഇത് രണ്ടെണ്ണത്തിൽ നിങ്ങൾ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ. അപ്പോൾ ദുര്യോധനന് സംശയം, എങ്ങാനും അബദ്ധം ചെയ്താലോ അർജുനൻ. അപ്പം ആദ്യം ആരാ തിരഞ്ഞെടുക്കുക? എന്നെ അനുവദിക്കണം. എന്താ കാരണം? ഞാനാ മുമ്പ് വന്നത്. അതെങ്ങനെയാണ് ഞാനാ മുമ്പ് വന്നത്? ഞാൻ ആരെയാ കണ്ടത്? കണ്ടത് അർജുനെയാ. അപ്പം കണ്ട ആൾക്കല്ലേ മുമ്പ് കൊടുക്കണ്ടേ? മാത്രമല്ല അർജുനൻ നിന്റെ അനുജനാണല്ലോ, അതുകൊണ്ട് അർജുനായിക്കോട്ടെ എന്ന് സമ്മതിച്ചു. എൻ്റെ വിധം അർജുനൻ ഒരു സംശയവും കൂടാതെ ചെറിയ കുട്ടികളെ പോലെ, കൃഷ്ണ എനിക്ക് കൃഷ്ണൻ മാത്രം മതി. അപ്പോൾ എന്തും എനിക്ക് പറയാമല്ലോ. അമ്പും വില്ലെടുത്ത് വന്നാൽ ബുദ്ധിമുട്ടാവും, അവിടെ ഇവിടെയൊക്കെ പോയി യുദ്ധം ചെയ്യും. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ മാത്രം കിട്ടിയാൽ എൻ്റെ ഇഷ്ടപ്പെടുത്തിയ ആജ്ഞകളും ഒക്കെ ആവശ്യങ്ങളും പറയാം. അതുകൊണ്ട് അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞു അത്രേ. ദുര്യോധനന് വന്നു ഒരു നെടുവീർപ്പ്. എന്ത് ഭോഷനാവൻ! നാരായണീ സേന വേണ്ടാന്ന് പറഞ്ഞ് കൃഷ്ണൻ മാത്രം, ഈ കൃഷ്ണൻ മാത്രം വന്നിട്ട് എന്താ കാര്യം? യുദ്ധം ചെയ്യൂല. അങ്ങനെ ഒരു കൃഷ്ണനെ കിട്ടുന്നതും കിട്ടാതെ ഇരിക്കുന്നതും. അതുകൊണ്ട് ഈ കൃഷ്ണനെ കിട്ടാത്തത് നന്നായി, എനിക്ക് സേന മതി എന്ന് പറഞ്ഞ് സമാധാനിച്ച് മടങ്ങിപ്പോയി അത്രേ. പോയതിന് ശേഷം കൃഷ്ണൻ ചോദിക്കുകയാണ്, ദുര്യോധനൻ പോയതിന് ശേഷം, തതഃ പീതാംബരധരോ ജഗസ്രഷ്ടാ ജനാർദ്ദനഃ ഗതേ ദുര്യോധനേ കൃഷ്ണഃ കിരീടിനമഥാബ്രവീത് അയുധ്യമാനഃ കാം ബുദ്ധിം ആസ്ഥായാഹം വൃതസ്ത്വയാ ഭവാൻ സമർത്ഥസ്താൻ സർവാൻ നിഹന്തും നാത്ര സംശയഃ നിഹന്തും അഹമപ്യേകഃ സമർത്ഥഃ പുരുഷർഷഭ. കൃഷ്ണൻ ചോദിച്ചു അത്രേ, പീതാംബരധാരി ചോദിച്ചു, അയുധ്യമാനഃ കാം ബുദ്ധിം ആസ്ഥായ അഹം വൃതസ്ത്വയ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞിട്ടും യുദ്ധം ചെയ്യാത്തൊരു കൃഷ്ണനെ സഹായത്തിന് വേണ്ടി വരിക്കാൻ രണ്ടെണ്ണത്തിലും മധ്യേ എന്താണ് കാരണം? അപ്പം അർജുനൻ പറയാണ്, ഭവാൻ സമർത്ഥഃ താൻ സർവാൻ നിഹന്തും നാത്ര സംശയഃ നിഹന്തും അഹമപ്യേകഃ സമർത്ഥഃ പുരുഷർഷഭ. അങ്ങ് മാത്രം വിചാരിച്ചാൽ ഈ സൈന്യത്തിന് മുഴുവൻ കൊന്നൊടുക്കാൻ സാധിക്കും. എനിക്കുമുണ്ട് അതേമാതിരി ഒരു സാമർഥ്യം. നേരിട്ടവരെ എല്ലാവരെയും കൊന്നൊടുക്കാൻ എനിക്കും സാധിക്കും. ഭവാംസ്തു കീർത്തിമാൻ ലോകേ തദ്യശസ്ത്വാം ഗമിഷ്യസി യശസാം ചാഹമപ്യർത്ഥി തസ്മാദസി മയാമൃതഃ. നിങ്ങൾക്കിതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ കൂട്ടരെ? ഭവാംസ്തു കീർത്തിമാൻ ലോകേ തദ്യശസ്ത്വാം ഗമിഷ്യതി. അങ്ങയ്ക്ക് ഈ ലോകത്തിൽ ധാരാളം കീർത്തിയുണ്ട്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ എന്തോ നേരം പോക്കിൽ ചെറുവരിൽ എന്തോ പൊക്കിപ്പിടിച്ചു അത്ര ഒരു കുന്നിൻ്റെ ഭാഗം, അതിനല്ലോ എല്ലാവരും കൂടി ഗോവർദ്ധനധാരി എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുക. അതുമാതിരിയുള്ള കീർത്തിയൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കും കീർത്തി വേണമെന്നുണ്ട് കൃഷ്ണ. അപ്പം എന്ത് കീർത്തിയാണ് എനിക്ക് ഉണ്ടാവുക? അങ്ങയോട് കടപിടിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങയ്ക്ക് സ്വയം കീർത്തിയുണ്ട്, പ്രതാപശാലിയ. യശസാം ചാഹമപ്യർത്ഥി തസ്മാദസി മയാവൃതഃ. എനിക്കും നല്ല കീർത്തി, അസാധാരണമായ കീർത്തി വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ സാരഥിയായി വരിച്ചത്. സാരഥ്യം തു ത്വയാ കാര്യം ഇതി മേ മാനസം സദാ ചിരരാത്രേപ്സിതം കാമം തദ്ഭവാൻ കർത്തുമർഹസി. അനവധി രാത്രികളായി ഞാൻ അഭിലഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സാരഥ്യം തു ത്വയാ കാര്യം, വല്ല വിധവും ഈ കൃഷ്ണനെ എനിക്ക് സാരഥിയായി കിട്ടണം. അദ്ദേഹത്തിന് സാരഥിയാക്കി വെച്ചുകൊണ്ട് ഒരു നല്ല യുദ്ധം ചെയ്ത് അതിൽ ജയിക്കണം എന്നൊരു കുട്ടികൾക്ക് തോന്നണമായൊരു ഒരു അഭിലാഷം എനിക്കുണ്ട്. ആ അഭിലാഷത്തിനെ മുൻനിർത്തിയാണ് ഞാൻ അങ്ങയെ വിളിച്ചത്. കൃഷ്ണനെ സാരഥിയായി കിട്ടിയാൽ അദ്ദേഹത്തിനോട് എന്തും എനിക്ക് പറയാമല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഭാവനാബലമുണ്ടോ?
നിങ്ങളൊരു കൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട് ഭാഗവതത്തിലെ. എപ്പോൾ നോക്കിയാലും ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് സംസാരിക്കും. കൈകൂപ്പി മുമ്പിൽ നിന്ന് അതേ പറ്റുള്ളൂ. ആ കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് പാണ്ഡവന്മാരോടുകൂടി സാധാരണ മനുഷ്യനെപ്പോലെ സഹൃദയനായി പെരുമാറി. ആ പെരുമാറ്റത്തിലെ വിഭിന്ന വശങ്ങളാണ് വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഭാഗവതം 1400 വർഷം മുൻപ് എഴുതിയതാണ് ദക്ഷിണേന്ത്യയിൽ. ഈ മഹാഭാരതമാകട്ടെ 5151 വർഷം മുമ്പ് എഴുതിയതാണ്. ആ മഹാഭാരതത്തിൽ മനുഷ്യകൃഷ്ണനെ മനുഷ്യഭാവങ്ങളോടുകൂടി പ്രതിപാദിക്കുകയാണ്. ആ കൃഷ്ണനോട് അർജുനൻ പറയാണ്, അങ്ങ് കീർത്തിമാനാണ്, എനിക്കും കീർത്തി വേണമെന്നുണ്ട്. ആ കീർത്തി എവിടം കൊണ്ടാ വരിക? അങ്ങയും ഞാനുമായി പൊരുതി കീർത്തി വരാൻ പോണില്ല. കൃഷ്ണനെ പിടിച്ച് സാരഥിയാക്കി വെച്ചു. കൃഷ്ണസാരഥ്യത്തോടു കൂടിയാണ് അർജുനൻ മഹാഭാരത യുദ്ധം ജയിച്ചത് എന്നിങ്ങനെ ലോകത്തിൽ എല്ലാവരും കീർത്തി പറയും. അതിനുവേണ്ടി ഞാൻ വരിച്ചതാണ്. ഭഗവാനോട് എന്തും പറയാൻ കൂട്ടരെ, നിങ്ങൾ പേടിക്കണ്ട. ഭഗവാനെ, എനിക്ക് അങ്ങയോട് മത്സരമുണ്ട്, പറഞ്ഞോളൂ. എനിക്കൊരു ഭഗവാനായാൽ കൊള്ളാം എന്നുണ്ട്, ഒരു വിരോധമില്ല. ഭഗവാനോട് പറയണം, അങ്ങയോട് മത്സരബുദ്ധിയുണ്ട് എനിക്ക്, ഞാൻ മാത്സര്യം നടത്ത. അതല്ലേ ഹിരണ്യകശിപു ചെയ്തത്. അത് കേട്ടിട്ട് കൃഷ്ണൻ പറയുകയാണത്രേ, ഉപമന്നമിതം പാർത്ഥ യത് സ്പർദ്ധസി മയാ സഹ സാരഥ്യം തേ കരിഷ്യാമി കാമഃ സമ്പദ്യതാം തവ. ഉപമന്നമിതം പാർത്ഥ, നീ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞതും നിന്റെ മനസ്സിലുള്ള അഭിലാഷവും എന്നെ അറിയിച്ചത് വളരെ നന്നായി. എന്താ ഈ അഭിലാഷം? എന്നോട് നിനക്ക് തോന്നുന്ന സ്പർദ്ധ. ഇത് മഹർഷി മാത്രമേ എഴുതുള്ളൂ കേട്ടോ. തപോധനന്മാര് മാത്രമേ ഇങ്ങനെ എഴുതുള്ളൂ. ബാക്കിയുള്ളവർ എഴുതില്ല. അവർക്ക് അതിനുള്ള അവകാശമില്ല, അധികാരമില്ല, ഹൃദയശുദ്ധിയില്ല. ഭഗവാനെ കൊണ്ടുവന്ന് എങ്ങനെ വേണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അധികാരം അത് തപസ്വികൾക്കും മഹർഷിമാർക്കും പരമസത്യം അറിഞ്ഞവർക്കും മാത്രമേ ഉള്ളൂ. കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കണു അർജുനനോട്, നിനക്ക് എന്നോട് തോന്നുന്ന സ്പർദ്ധ ഞാൻ അഭിനന്ദിക്കുന്നു, സമ്മതിക്കുന്നു. മറ്റൊരാളോടല്ലല്ലോ സ്പർദ്ധ തോന്നിയത്, ഭഗവാനോടല്ലേ തോന്നിയത്. ഭഗവാന്റെ നേരെ എന്ത് ഭാവം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം. സ്നേഹമാണെങ്കിൽ സ്നേഹം, വാത്സല്യമാണെങ്കിൽ വാത്സല്യം, കാമക്രോധാദി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈശ്വരനോട് പ്രയോഗിക്കാം. ഗോപ്യ കാമാത് ഭയാത് കംസഃ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാവയം വിഭോ. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഗോപികൾക്ക് കാമമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഭാവങ്ങളാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അങ്ങയോട് ഭക്തിയാ. പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാനെ ഒരൊറ്റ ആള് പേടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാണ്, ഒരാളും നിങ്ങൾ ഭഗവാനെ പേടിക്കരുത്. എന്ത് വേണമെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. അപ്പൊ നിനക്ക് എന്നോട് തോന്നുന്ന സ്പർദ്ധ ഞാൻ അംഗീകരിക്കുന്നു. സാരഥ്യം തേ കരിഷ്യാമി, നിനക്ക് സാരഥിയായി ഞാൻ ഇരുന്നോളാം. കാമഃ സമ്പദ്യതാം തവ, നിന്റെ അഭിലാഷം, നിന്റെ വാഞ്ച വേണ്ടതുപോലെ നിറവേറട്ടെ എന്ന്. ഇതാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇതാണ് ഭാരത സംസ്കാരം. നാം ഭഗവാനെ പേടിച്ചു വാഴുന്നവരല്ല, ഭഗവാനെ ആദരിച്ചു കഴിയുന്നവരാണ്. ഭഗവാനെ അറിയാൻ കൊതിക്കുന്നവരാണ്. ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. നാം ക്ഷേത്രം കെട്ടിയുണ്ടാക്കിയത് നാം കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രമാണ്. അതിലെ പ്രതിഷ്ഠ നമ്മുടെ പ്രതിഷ്ഠയാണ്. ആ കല്ലിന് ചൈതന്യം കൊടുത്ത് അനുഗ്രഹശക്തി പകർന്നത് നാമാണ്. ശില്പിശാസ്ത്രം നാമാണ് ഉണ്ടാക്കിയത്. ഇത്ര യവം വേണം ബിംബത്തിന് എന്ന് മനുഷ്യന്റെ മസ്തിഷ്കത്തിലും ഹൃദയത്തിലും തോന്നിയ അളവാണ്. മുഴക്കോല് നമ്മുടെ കോലാണ്, ഭഗവാന്റെ കോലല്ല. ഭഗവാൻ എന്നുള്ള ശബ്ദം നമ്മുടെയാണ്. ഈശ്വരൻ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്കുരിച്ചതാണ്. ആ ഭഗവാനോട് തോന്നേണ്ട ഭക്തി നമ്മുടെ നിർവചനത്തിന് വിധേയമാണ്. ഭഗവത് സാക്ഷാത്കാരം നാം കൈവരിക്കുന്ന നമ്മുടെ സ്വന്തമായ അനുഭവ നേട്ടമാണ്. അങ്ങനെ എന്ത് കാര്യത്തിനെ പറ്റി പറയുമ്പോഴും അവിടെ മനുഷ്യനും മനുഷ്യന്റെ മനസ്സും അതിലെ ഭാവനയും ബുദ്ധിയും അതിലുള്ള വിശേഷതയും അതിനുള്ള വിവേകവുമാണ് എവിടെയും കാണുന്നത്. നോക്കൂ, ആ കൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിച്ചത്, കൃഷ്ണൻ ചെയ്തത്.
കണ്ണടച്ച് അവിടെ കടന്നു. ദുര്യോധനൻ വരണു എന്ന് കേട്ടപ്പോ അബദ്ധമൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വന്ന് തലപ്പത്ത് ഇരുത്തിച്ചു. പിന്നീട് അർജുനൻ വന്ന് കാക്കൽ ഇരുന്നപ്പോ കണ്ണു തുറന്ന് കണ്ടത് അർജുനെയാന്നും പറഞ്ഞ് മുൻകരുതലോടുകൂടിയാ പുറപ്പെടുന്നത്. എന്നിട്ടുണ്ടായ സംവാദമാണിത്. അമ്പും വില്ലും കയ്യിൽ പൊക്കിപ്പിടിച്ച് വില്ല് പൊക്കിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. വരട്ടെ വരട്ടെ വരട്ടെ, നിൽക്കൂ നിൽക്കൂ കൃഷ്ണ, അങ്ങൊരു കാര്യം വേണം. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. ശംഖുവിളിയൊക്കെ കഴിഞ്ഞു, പ്രതിധ്വനിയും കഴിഞ്ഞു, ശസ്ത്രസമ്പാദം മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, എനിക്ക് ചില ഉത്കണ്ഠയുണ്ട്. അത് പൂർണ്ണമായി പിന്തുടർന്നതിന് ശേഷം മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു സംശയവും കൂടാതെ സാരഥയെ അങ്ങ് എൻ്റെ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തണം. എവിടെ? രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിൽ. എന്തിനു വേണ്ടി? യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഇരു കൂട്ടരും ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ തിരക്കായിട്ട് ഉത്സാഹത്തിമിർപ്പോടുകൂടി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് യാവദേതാൻ നിരീക്ഷേഹം, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? എത്രത്തോളം യുദ്ധപരാക്രമം അവർക്കുണ്ട്? കൈർമയാ സഹയോദ്ധവ്യം. ഈ 11 അക്ഷൗണി സേനയിൽ പലരും ഉണ്ട്, നമ്മുടെ പക്ഷത്തിലും അവരുടെ പക്ഷത്തിലും. എല്ലാവരോടും കൂടി എനിക്ക് പടപൊരുതേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടവരോടും ഗണ്യരായവരോടും മാത്രമേ പൊരുതണ്ടൂ. അപ്പൊ ആരോട് കൂടിയിട്ടാണ് ഞാൻ പടപൊരുതേണ്ടത്, എൻ്റെ അമ്പും വില്ലും പ്രയോഗിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ തക്കതായ സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തൂ. അസ്മിൻ രണസമുദ്യമേ യോസ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയജിഗീർഷവഃ. യോസ്യമാനാൻ അവേക്ഷേഹം. ദുര്യോധനൻ തികഞ്ഞ അക്രമിയാണ്, നിഷ്ഠുരനാണ്, മഹാഭാവിയാണ്, ദുർബുദ്ധിയാണ്. ആ ദുർബുദ്ധിയാണെന്ന് അറിഞ്ഞിട്ടും ആ മനുഷ്യന് പ്രിയം ചെയ്യണം, ഇഷ്ടം ചെയ്യണം എന്ന് വിചാരിച്ച് ഈ പടക്കളത്തിൽ, കുരുക്ഷേത്രത്തിൽ, ധർമ്മഭൂമിയിൽ ആരാരെല്ലാം വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഞാനൊന്ന് നോക്കി കാണട്ടെ. അവർ വന്നിട്ടുള്ളത് ഒരു നല്ല കാര്യത്തിനല്ല. നമ്മളൊരു ഹിറ്റ്ലറെ പറ്റി കേട്ടിട്ടുണ്ട്. ആ ഹിറ്റ്ലറുടെ മനസ്സിൽ എല്ലാ ജൂതന്മാരെയും കൊല്ലണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതിനു വേണ്ട തർക്കവും തകരാറും പ്രസംഗവുമായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് 10,000 കണക്കിന് ജർമ്മൻകാരാണ് കൂടെ ചേർന്നത്. ഒരൊറ്റ ഹിറ്റ്ലറെ തുണയ്ക്കാൻ എല്ലാവരെയും ഗ്യാസ് ചേംബറിലിട്ട് അങ്ങോട്ട് കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ എല്ലാവരും തയ്യാറായി വന്നു. ശരിയായോ ഇത്? ഒരു മനുഷ്യന്റെ ബുദ്ധി പിഴയ്ക്കാം. ആ പിഴച്ച ബുദ്ധിയെ തുണയ്ക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതായ ഒരു വൈചിത്ര്യമാണ് സൃഷ്ടിയുടെ തന്നെ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് ദുര്യോധന മനസ്സിനെ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവരാരാ, അവരെയൊക്കെ ഒന്ന് ഞാൻ നോക്കിക്കാണട്ടെ എന്ന്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താ? താൻ ചെയ്യാൻ പോകുന്ന യുദ്ധം എന്താണ്, അതിൽ തൻ്റെ സ്ഥാനം എന്തെല്ലാമാണ് അതിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരു പരിശോധന നടത്തുക. ഇത് വാസ്തവത്തിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തെയും ജീവിത രംഗങ്ങളെയും ജീവിത ബന്ധങ്ങളെയും കുറിച്ച് നടത്തേണ്ട പരിശോധനയാണ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്ര കാലമായി ജീവിച്ചുല്ലോ, പല കാര്യങ്ങളും ചെയ്തുവല്ലോ, വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, ജീവിതം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? സ്വാമിജി അതുമാത്രം ചെയ്തിട്ടില്ല. ജീവിതം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ല, വിലയിരുത്തിയിട്ടില്ല. അണുവിൻ്റെ പിന്നാലെ പോവാൻ നമുക്ക് താല്പര്യമാണ്. ആകാശത്തിൻ്റെ അളവ് കണ്ടെത്താൻ വേണ്ടി നാം ഉദ്യുക്തരാണ്. ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഈ ജീവിതം? അതിലെന്താണ് നമുക്ക് നേട്ടം?
നമ്മുടെ ശരീരം ശാശ്വതമാണോ? ശരീരമോ ശരീരത്തെ നിയോഗിക്കുന്നതായ മനസ്സോ ഏതാണ് മേലെ? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമെടുത്ത് ഒരു പരിശോധന നാം നടത്താറുണ്ടോ? ഇല്ല. അർജുനനും നടത്തിയില്ല. 13 കൊല്ലം അവസരമുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഒന്നും മഹാഭാരത യുദ്ധം വരുന്ന സമയത്ത് എൻ്റെ പക്ഷത്തിൽ ആരെല്ലാം ഉണ്ടാവും, എതിർപക്ഷത്തിൽ ആരൊക്കെയുണ്ട്, ഭീഷ്മരും ദ്രോണനും കൃപനും എല്ലാവരും തന്നെ ആ രാജധാനിയിലാണല്ലോ പഴയകാലം മുതൽക്ക് തന്നെ, ദുര്യോധനൻ ജനിക്കുന്നതിന് മുൻപ് മുതൽക്ക് തന്നെ ഉള്ളത്. അവരൊക്കെ ദുര്യോധനന്റെ പക്ഷത്തിൽ നിൽക്കില്ലേ? അപ്പൊ അവരോടുകൂടി പടപൊരുതാൻ എനിക്ക് സാധിക്കുമോ? എന്താണ് എനിക്ക് കുറവ് എന്നിങ്ങനെയുള്ള പരിശോധന ഇക്കണ്ട കാലം അത്രയും അർജുനന്റെ മനസ്സിൽ ഉദിച്ചില്ല. വൈകിയ ക്ഷണത്തിലാണ് വന്നത്. ആ സമയത്തെങ്കിലും അതിനെ ആദരിക്കാനും അതിനെ പിന്തുടരാനുമുള്ള മനഃസാന്നിധ്യം ഈ അർജുനന് ഉണ്ടായി എന്നുള്ളതാണ് വിശേഷം. ആത്മപരിശോധനയ്ക്ക് സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൂടാ. അവസാനത്തെ ശ്വാസം പോകുന്നതിന് 1/2 മിനിറ്റ് മുമ്പായാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആത്മപരിശോധനയോ ലോകപരിശോധനയോ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ ആ പരിശോധന നടക്കണം മനുഷ്യന്റെ മനസ്സിൽ. ഒരു മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല അവന്റെ വില നിശ്ചയിക്കുന്നത്, അവൻ എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള സ്വത്തുകളെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഞാൻ ആരാണ്? എൻ്റെ മനസ്സിൻ്റെ ഗുണമൂല്യങ്ങൾ, എൻ്റെ ബുദ്ധിക്കുള്ള അറിവ്, എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, ആ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള യോഗ്യത, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ മാൻ ഈസ് നോട്ട് ജഡ്ജ്ഡ് ബൈ വാട്ട് ഹി ഹാസ് ബട്ട് ബൈ വാട്ട് ഹി ഈസ്. ആ ഒരു പരിശോധനയ്ക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യയിതാൻ സമവേദാൻ കുരൂനിധി. ഇത് കേട്ട താമസം. സാരഥിയാണല്ലോ ഞാൻ, തിരിച്ചൊരു വാക്ക് പറയാൻ പറ്റില്ല. തെളിച്ചങ്ങട് കൊണ്ടുപോയി. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത. ആരാണ് ഈ അർജുനൻ? ഗുഡാകേശന. അനവധി രാത്രങ്ങൾ ഉറങ്ങാതെ തപസ് ചെയ്യാൻ ശക്തിയുള്ള ഒരു മഹാപ്രതാപശാലിയാണ്. ആ പ്രതാപശാലിയുടെ വാക്ക് കേട്ടതും ഠപ് 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 കുതിരയെ ഓടിച്ചങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ടോ ഉത്തമമായ രഥത്തെ 2 സൈന്യങ്ങൾക്കും മധ്യത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. എവിടെയാ? പ്രത്യേകിച്ചും ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മൻ സൈന്യത്തലവൻ, തൊട്ടടുത്തുള്ളതാണ് ദ്രോണൻ ആചാര്യൻ, ബാക്കിയുള്ളവരുമുണ്ട്. അവരുടെ മുൻപിൽ കൊണ്ടുപോയി രഥത്തിനെ അങ്ങോട്ട് നിർത്തി. അങ്ങോട്ട് നിർത്തിയതിന് ശേഷം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. പാർത്ഥ, പൃഥയുടെ പുത്ര, എന്നോട് തെളിച്ചു കൊണ്ടുപോയി നല്ല സ്ഥാനത്ത് നിർത്തണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിർത്തിയിരിക്കണു എൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച്. ഇതാ ഭീഷ്മൻ നിന്റെ മുത്തശ്ശൻ, അപ്പുറത്തിതാ ദ്രോണൻ നിനക്കുള്ള അസ്ത്രശസ്ത്ര വിദ്യാ പാഠവം മുഴുവനും പകർന്നു തന്ന കൃപാലുവായിരിക്കുന്ന സർവാരാധ്യനായിരിക്കുന്ന ഗുരു. 2 പേരുമാണ് സൈന്യത്തലവന്മാർ. അവരെ നേരിടാതെ, അവരുടെ ശരീരത്തിൽ കൂർത്തുമൂർത്ത ശരം പ്രയോഗിക്കാതെ നിനക്ക് ഈ വ്യൂഹത്തിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. നല്ല പോലെ പരിശോധിച്ച് നോക്കിക്കോ, നീ അതല്ലേ ആവശ്യപ്പെട്ടത്. കേട്ടോ നിങ്ങൾ? ഭീഷ്മദ്രോണ പ്രമുഖതഃ. ഈ യുദ്ധം ചെയ്യാനുള്ള ശക്തി നിനക്കുണ്ടോ? സാമർഥ്യം നിനക്കുണ്ടോ? ഗാന്ധീവത്തിന്റെ മെടുക്കുകൊണ്ട് മാത്രം നിനക്ക് യുദ്ധം ചെയ്ത് നേടാൻ പറ്റുമോ? ഈ ബാഹ്യവും ഹസ്തബലവുമെല്ലാം അല്ലാതെ ആന്തരമായിരിക്കുന്ന എന്തെങ്കിലും വൈഭവമോ ആശയത്തെളിച്ചമോ ബൗദ്ധ നേട്ടമോ അധ്യാത്മ സമ്പന്നതയോ കൈവരിക്കാനുണ്ടോ? ഇത് വെറും കാണുന്ന അസ്ത്രശസ്ത്ര യുദ്ധമാണോ? അതോ ഇത് അതിൽ കവിഞ്ഞ് ആന്തരമായ ഒരു സംഘട്ടനമാണോ? അതെല്ലാറ്റിലും ജയിക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ടോ? നിന്റെ ഉൾ വ്യക്തിത്വം പൂർണ്ണമാണോ? കരുത്തുറ്റതാണോ? ഈ യുദ്ധം ചെയ്യാനുള്ള പ്രതാപവും പ്രഭാവവും പൂർണ്ണമായി നിനക്കുണ്ടോ? അതോ പോരാത്തത് എന്തെങ്കിലും ഉണ്ടോ? കണ്ണാടിയിൽ നോക്കി മുഖം അതിൻ്റെ അഴക് നിശ്ചയിക്കുന്നത് മാതിരി ഭീഷ്മദ്രോണാദികൾ നയിക്കുന്ന സേനയെ നോക്കി നിന്റെ ഉൾക്കരുത്തിനെ നല്ല പോലെ പരിശോധിച്ച് നോക്കി, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുന്ന പോലെയാ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ
സമവേദാൻ കുരൂനിധി. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിലാണ് കൊണ്ടുപോയി രഥം നിർത്തിയത്. എന്നിട്ട് പറയുന്നതോ, കുരുപക്ഷത്തിൽപ്പെട്ടവരെ ഒക്കെ നോക്കി നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ, ഒരു പരിശോധന നടത്തണം, ആരോട് കൂടിയിട്ടാണ് താൻ പടപൊരുതേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കാനാണല്ലോ പുറപ്പെട്ടത്. ദാ ഇവരാണ് സൈന്യത്തലവന്മാർ, അവരോടുള്ള ബന്ധമെന്ത്, അവർക്കുള്ള സ്ഥാനമെന്ത്, അവരുടെ മുൻപിൽ താൻ എങ്ങനെ പെരുമാറണം. പക്ഷേ ഇവിടെ യുദ്ധമാണ്, രണ്ടുപേര് രണ്ട് സൈന്യത്തിലാണ് നിൽക്കുന്നത്, പരസ്പരം അഭിമുഖീകരിച്ച് പടപൊരുതി ജയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അല്പം കളവും സൂത്രവും ഉണ്ടല്ലോ കൃഷ്ണന്റെ കയ്യിൽ, അതൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് അവരുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്താമായിരുന്നില്ലേ? തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. കഴിഞ്ഞു. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ തേര് കൊണ്ടുപോയി നിർത്തി നല്ല പരിശോധന നടത്തിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോ അർജുനൻ വിചാരിച്ചില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ, തത്രാപശ്യത്, അവിടെ കണ്ടു അത്രേ. ആര്? അർജുനൻ. സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ, അവിടെ കണ്ടവരൊക്കെ പിതൃക്കളും പിതാമഹന്മാരുമാണ്. പിന്നെയോ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ, ആചാര്യസ്ഥാനത്തുള്ളവരുണ്ട്, ദ്രോണൻ മുതലായിട്ടുള്ളവർ, കൃപൻ മുതലായിട്ടുള്ളവർ. ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ, അമ്മാമന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ, പുത്രന്മാരുണ്ട്, പൗത്രന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. ശ്വശുരാൻ സുഹൃദശ്ചൈവ, ശ്വശുരന്മാരുണ്ട്, ഇൻലോസ് കുറേയുണ്ട് ഇവിടെ. സുഹൃദശ്ചൈവ, സുഹൃത്തുക്കളാണ് ധാരാളം. ഇങ്ങനെയുണ്ടോ ഒരു പട? ഞാൻ വില്ലാളി വീരനാണ്, അനവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തതിലൊക്കെ ജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യുദ്ധങ്ങളിലൊക്കെ ഉള്ളവർ ശത്രുക്കളായിരുന്നു. ഇവിടെയോ മിത്രങ്ങളാണ്. പോരാ, ആചാര്യന്മാർ അച്ഛൻ്റെ സ്ഥാനത്തും മുത്തശ്ശൻ്റെ സ്ഥാനത്തും അമ്മാമൻ്റെ സ്ഥാനത്തും മറ്റു പല ബന്ധുബാന്ധവന്മാരായിട്ടുള്ളവരും എല്ലാവരും കൂടിയിട്ടൊരു യുദ്ധമാണ്. ഇങ്ങനെ ഒരു യുദ്ധം ഞാൻ കീഴ്ക്കട ചെയ്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാ. പ്രത്യേകിച്ചും കൃഷ്ണൻ കൊണ്ടുപോയി നിർത്തിയത് എവിടെയാ? എൻ്റെ തന്നെ മുത്തശ്ശൻ, ആരുടെ മടിയിൽ കിടന്ന് ഞാൻ ഉരുണ്ടിട്ടുണ്ടോ കളിച്ചിട്ടുണ്ടോ എൻ്റെ ചെറുപ്പകാലത്ത്? എത്ര തവണ അദ്ദേഹം എന്നെ തലോടി ചോറ്റുരുള തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ലാളിച്ചു വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതായ പൗത്രനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അങ്ങോരാണ് സൈന്യത്തലവൻ, കൂടെ സഹത്തലവനാണ് ആര്? ദ്രോണാചാര്യൻ. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ, ഈ സ്വജനങ്ങൾ നമ്മുടെ പക്ഷത്തിലുമുണ്ട് അവരുടെ പക്ഷത്തിലുമുണ്ട്. സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. എത്ര ബന്ധുക്കളാ അവിടെ! ഇവരെല്ലാവരും അമ്പും വില്ലും ഗദയും എല്ലാമായി കയ്യിലേന്തി അവിടെ പടപൊരുതാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അസ്ത്രം വിടണം, അത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇവരെ എല്ലാവരെയും കൂടി നോക്കിയപ്പോ ഇത് സാധാരണ ഒരു യുദ്ധമല്ലല്ലോ അപ്പ, ശത്രുക്കൾ തമ്മിൽ നടക്കുന്നതാണ് യുദ്ധം. ഇവിടെ നടക്കുന്നത് എന്താ? മിത്രങ്ങൾ തമ്മിലാണ്. മിത്രങ്ങൾ തമ്മിൽ പടപൊരുതാ, ഇത് സാധ്യമാണോ? പടപൊരുതാനായിട്ട് മനസ്സ് സമ്മതിക്കണ്ടേ? മനസ്സിൽ ആ പൊരുതത്തക്ക ഒരു വികാരം നമുക്ക് വരണം. എതിരാളി എന്നൊരു തോന്നൽ ആരെ കണ്ടാലും വരണം. ആ ആളെ അതിന് പ്രതി എതിരാളിയാവാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മളോട് ശത്രുതയില്ല, ഉണ്ടെങ്കിൽ തന്നെ കനിവും അരുളുമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് എങ്ങനെയാ ഈ യുദ്ധം ചെയ്യുക? കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. അത് കണ്ടതോടുകൂടി അർജുനന്റെ മനസ്സിൽ ഇതം പ്രഥമമായി പടക്കളത്തിൽ വെച്ച് കൊടുങ്കാറ്റ് പോലെ വീശുന്നതായ ഒരു കൃപ, ഒരു ദാക്ഷിണ്യം, ഒരു ദയവ് മനസ്സിൽ അങ്ങോട്ട് അരങ്ങേറിയത്രേ. കൊടുങ്കാറ്റ് പോലെ അടിക്കുകയാണ് ആ ദേവ്. അതിൽപ്പെട്ട് പരയാവിഷ്ട, അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ടു ഈ ദയയാൽ.
അതിനാൽ പരവശനായി വിഷീദം ഇതമബ്രവീത്, അതികഠിനമായ ദുഃഖത്തോടു കൂടി അർജുനൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത്രേ. അർജുന ഉവാച, എന്താ പറഞ്ഞത്? ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. കേൾക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ ഒരു യുദ്ധത്തിന് പോയാൽ എന്തു ചെയ്യും എന്ന് സ്വയം ആലോചിക്കണം. 12-13 കൊല്ലത്തെ തയ്യാറെടുപ്പുണ്ട്. ആ തയ്യാറെടുപ്പിൽ പാശുപതാസ്ത്രം സമ്പാദിച്ചു. അതിനുവേണ്ടി ശിവനെ തപസ് ചെയ്തു, ഉറക്കമില്ലാതെ തപസ് ചെയ്തു. കിരാത രൂപത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ആൾക്ക് ഞാൻ പാശുപതാസ്ത്രം കൊടുക്കാൻ അർഹനാണോ എന്നറിയാൻ വേണ്ടി ഒരു ശത്രുവായി വന്ന് നേരിട്ട് അടിയും പിടിയുമായി കിരാതന്റെ നെഞ്ഞത്തൊരൊറ്റ ഇടിയിടിച്ചു അർജുനൻ. അത് കണ്ടപ്പോൾ സന്തോഷിച്ചു അത്ര അദ്ദേഹം. ഓ, കേമനാണ്, ഇവന് കൊടുക്കാം പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും വന്നു ഇവിടെ. ആ തയ്യാറെടുപ്പിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത്യുഗ്രമായ പോരാട്ടം കാഴ്ചവെക്കണം, പ്രദർശിപ്പിക്കണം. അവിടെ ആരെല്ലാം വന്നാലും അവരെ 1000 കൊന്നൊടുക്കി എൻ്റെ കപിധ്വജം പറക്കണം അവിടെ എന്ന് വിചാരിച്ചിട്ടാ വന്നത്. ആ വന്നിട്ടുള്ള അർജുനൻ സെക്കൻഡ് കൊണ്ട് നിറം മാറി, ഓന്ത് നിറം മാറുന്ന മാതിരി. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. കൃഷ്ണ എന്താ ഈ കഥ? ഇവിടെ ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ സ്വജനങ്ങളാണ്, പരജനങ്ങളല്ല. പരജനങ്ങളോടുകൂടി പടപെരുതാം, സ്വജനങ്ങളോടുകൂടി എങ്ങനെ പടപെരുതും? യുയുത്സും സമുപസ്ഥിതം. എല്ലാവരും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് വന്നിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളെ നേരിടുക. എങ്ങനെ നേരിടുക? കണ്ണുകൊണ്ടും കാതുകൊണ്ടൊന്നുമല്ല, കൈകൊണ്ടും ആവതാഴി കൊണ്ടും വില്ലുകൊണ്ടുമാണ് നേരിടുന്നത്. കടുത്ത പോരാട്ടം, മൂർത്ത ശരങ്ങൾ ഒന്നൊന്നായി തൊടുത്തു വിട്ട് ശത്രുവിനെ എന്തെല്ലാം പരുക്കേൽപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പരുക്കേൽപ്പിച്ച് അവനെ തട്ടി താഴത്ത് എന്ന് മറിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ വന്നിടത്ത് ഞാൻ കാണുന്നതോ പാവം ഓരോരുത്തരും യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നു. ആ വന്നവരൊക്കെ ഒരു ലേബലും കൊണ്ടാ വന്നിരിക്കുന്നത്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഒക്കെ എൻ്റെ സ്വജനങ്ങളാണ്. അവരെ കണ്ടുടനെ അവരെന്നോടൊന്നും മിണ്ടില്ല. എൻ്റെ മനസ്സ് തന്നെയാണ് എന്നോട് പറയുന്നത്, അയ്യോ ഇത് വലിയ മഹാപാപമാണ്, കൊടും പാപമാണ്. അർജുന, നിനക്ക് പിഴച്ചു. ഇങ്ങനെ ഒരു യുദ്ധം വീരധീരനായാലും ചെയ്യാൻ പാടില്ല. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോടാണ്. ഇവിടെ വന്നുകൂടിയിട്ടുള്ളവർ ശത്രുക്കളല്ല. എന്നാ പിന്നെ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ മുഴുവനും പറയാൻ പറ്റൂല. എന്തൊക്കെയായാലും ഞാൻ അവരെ നോക്കിക്കാണുന്നത് സ്വജനങ്ങളായിട്ടാണ്. അത് കണ്ട മാത്രയിൽ ഞാൻ പറയാതെ തന്നെ എനിക്ക് ചില പരിണാമങ്ങളോ പരിവർത്തനങ്ങളോ ഒക്കെ വന്നു പോണു എൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും. എന്തൊക്കെയാ? സീദന്തി മമ ഗാത്രാണി, ശരീരമാകെ കിടന്നു വിറയ്ക്കണു, നല്ല വേദന, കൊടിയ വേദനയുണ്ട്. മുഖം ച പരിശുഷ്യതി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉമിനീരൊട്ടാകെ പറ്റിപ്പോണു വായില്. വേപതുശ്ച ശരീരമേ, തല മുതൽക്ക് ശീർഷം മുതൽക്ക് കാലിൻ്റെ അടി വരെ കടന്നിങ്ങോട്ട് വിറയ്ക്കാണ്, പ്രകമ്പനമാണ്. വേപതുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ, സർവത്ര രോമാഞ്ചം, പുളകമാണ് ഉണ്ടാവുന്നത്. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്, നോക്കൂ എൻ്റെ കൃഷ്ണ, ഞാൻ ഗാണ്ഡീവധാരിയാണ്. വേറെ ആർക്കെങ്കിലും ഈ ഗാണ്ഡീവം കയ്യിലെടുത്ത് പൊക്കാൻ പറ്റുമോ എന്ന് വരെ സംശയിക്കണം. ആ ഗാണ്ഡീവം ഞാൻ മുറുക്കി പിടിക്കുകയാണ് എൻ്റെ ഹസ്തത്തിൽ. അതിന് അഴക്, സൗന്ദര്യം, പരാക്രമം അത് എൻ്റെ കയ്യിലാവുമ്പോൾ എനിക്കും വല്ലാത്ത കെങ്കേമത്വം, പ്രൗഢി, പ്രതാപം, പരാക്രമം ഇതൊക്കെ എനിക്കുമുണ്ട്. അങ്ങനെ ഞാൻ അത്യന്തം ഇഷ്ടപ്പെടുന്നതും എന്നെ അങ്ങേയറ്റം ധീരനാക്കി തീർക്കുന്നതുമായ ഗാണ്ഡീവമുണ്ടല്ലോ, ഞാൻ മുറുക്കി പിടിക്കുമ്പോൾ അത് പിടിക്കാൻ കൂട്ടാക്കണില്ല, വഴുതി ഇങ്ങനെ വീഴുക. അത് കയ്യിൽ നിന്ന് ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്, ഞാൻ മുറുക്കി പിടിക്കാൻ നോക്കുമ്പോൾ പിടിപെടുന്നില്ല.
കൈ അഴഞ്ഞ് അത് തന്നെത്താനെ താഴത്തേക്ക് വരുന്നു. ത്വക്ചൈവ പരിദഹ്യതേ, എൻ്റെ തൊലി ശരീരമാസകലം ചുട്ടുനീറാണ്, ചുട്ടുനീറുന്നു. അഗ്നിയൊന്നുമില്ല, അവിടെ മരുന്നുമില്ല, മിളകുമില്ല, പക്ഷെ ശരീരം മുഴുവൻ ചുട്ടുനീറാണ്. നച ശക്നോമ്യവസ്ഥാതും, എനിക്ക് നിവർന്ന് നിൽക്കാൻ വയ്യ കൃഷ്ണ. ഇതുപോലെ ഒരവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങ് കാണുന്നില്ലേ? ഞാൻ പറയല്ലോ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. ശരീരത്തിന്റെ അവസ്ഥയാണ് ഇത്രയും വർണ്ണിച്ചത്. ഇനി ശരീരത്തിനെ നിലയ്ക്ക് നിർത്തുന്നതും പ്രയോഗിക്കുന്നതുമാണ് മനസ്സ്. ആ മനസ്സോ ഭ്രമതീവ ച മേ മനഃ, ഭ്രമതീവ ച മേ മനഃ. എൻ്റെ മനസ്സാകെ ചുഴലിക്കാറ്റ് പോലെ വട്ടം തിരിയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വേളിങ് അറൗണ്ട്. ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ബുദ്ധി എന്നോട് പറയുന്നു, അർജുന, നിന്നെ അഭിമുഖീകരിക്കുന്ന നിമിത്തങ്ങളുണ്ടല്ലോ, ശകുനങ്ങള്, ശകുനസൂചകങ്ങളായ ലക്ഷണങ്ങള്, അത് മുഴുവൻ വിപരീതങ്ങളാണ്. ഈ യുദ്ധം നേരെയാവാൻ പോകുന്നില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല, ഇത് വലിയ പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല. നിനക്ക് പാശുപതാസ്ത്രം കയ്യിലുള്ളത് ഇരിക്കട്ടെ, പരമശിവൻ സന്തോഷിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരിയാ. നോക്കിക്കോ, നല്ല പോലെ നീ നിൽക്കുന്നത് മുത്തശ്ശന്റെ മുൻപിലാണ്, ഗുരുനാഥന്റെ മുൻപിലാണ്. അവരെല്ലാവരും പഠിപ്പിച്ചു തന്നത്, പോഷിപ്പിച്ചു തന്നത്, സമ്പുഷ്ടമാക്കിയത് ആ വിദ്യ അവരുടെ നേരെ നീ എങ്ങനെ പ്രയോഗിക്കും? ഇതൊരിക്കലും ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞ് ഇടത്തെ കണ്ണ് തുടിക്കുന്നു, തോൾപ്പാട് തുടിക്കുന്നു. ഇങ്ങനെയുള്ള ചില ദുർലക്ഷണങ്ങളും ഉണ്ട്. നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ, നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. യുദ്ധം എന്തിനാ? പൊരുതാൻ. പൊരുതിയിട്ടോ ശത്രുക്കൾ ഇങ്ങനെ അരിഞ്ഞ് അവരെ വീഴ്ത്തണം. അങ്ങനെ സ്വജനങ്ങളെ മുഴുവൻ നാം കൊന്നൊടുക്കുകയാണെങ്കിൽ ഹത്വാ സ്വജനമാഹവേ നച ശ്രേയോനുപശ്യാമി. മനുഷ്യജന്മത്തിന് വിധിച്ചിട്ടുള്ളതായ ശ്രേയസ് ഉണ്ടല്ലോ, ശ്രേയസ് പ്രേയസല്ല. പ്രേയസ് എന്ന് പറഞ്ഞാൽ താത്കാലികമായി നമുക്ക് സന്തോഷമോ വൈകാരികമായ മെച്ചമോ ഉണ്ടാക്കി തീർക്കുന്നതൊക്കെ പ്രേയസ്സാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിരിക്കുന്ന നന്മ, ആർക്കും ഒരു ഉപദ്രവവും കൊടുക്കാതെ, ലോകത്തിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടാതെ, ഐന്ദ്രിയ തലത്തിലുള്ള ഒരു ആവശ്യവുമില്ലാതെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ആ സുഖത്തിനാണ് ശ്രേയസ് എന്ന് പറയുക. ആ ശ്രേയസ് ഈ യുദ്ധം ചെയ്താൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പടപൊരുതി ശത്രുക്കളെയൊക്കെ കൊന്നു, ഏതാനും ദിവസമെടുത്തു, അതൊക്കെ കഴിഞ്ഞാലും ജീവിതം അവശേഷിക്കും. ആ അവശേഷിക്കുന്ന ജീവിതത്തിൽ ഈ നടന്ന യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും ഓർമ്മ വരാതെ കഴിയില്ല. എന്തെങ്കിലുമല്ല, നിരന്തരം ഓർമ്മ വന്നു എന്ന് വരാം. ആ ഓർമ്മയൊക്കെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതും യാതനയേൽപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ യുദ്ധം ശരിയാണെന്ന്. നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അതുകൊണ്ട് എനിക്ക് എന്താ പറയാനുള്ളത്? നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച. നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച. നോക്കൂ, അർജുനന്റെ മനസ്സിലുള്ള വേദന, ആ വേദനയെ തുടർന്ന് അർജുനൻ ചിന്തിക്കുന്ന ആ രീതി ഒന്ന് നോക്കൂ. വന്നു നിൽക്കുന്നത് കുരുക്ഷേത്രം യുദ്ധഭൂമിയിലാണ്. അതിൽ ധർമ്മക്ഷേത്രവും കൂടി ആയതിനാൽ ആ ധർമ്മത്തിന്റെ തരംഗം, കുരു തപസ് ചെയ്തതിന്റെ സ്പന്ദനം, പ്രസരണം, സ്വാധീനം, അത് ദുര്യോധനെ കൊണ്ട് കടുകൈ ചെയ്യിപ്പിച്ചു, ആചാര്യനോട് ധിക്കരിച്ച് സംസാരിപ്പിച്ചു. ഇവിടെ അർജുനന്റെ മനസ്സിലോ അതികഠിനമായിരിക്കുന്ന കൃപ, ദാക്ഷിണ്യം, ദയവ് തൊടുത്തുവിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വരെ തീരുമാനമെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ധർമ്മക്ഷേത്രത്തിന്റെ ഭിന്നമായിരിക്കുന്ന രണ്ട് സ്വഭാവമാണിത്, അതിൻ്റെ സ്വാധീനം. നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച. അതുകൊണ്ട് എനിക്ക് രാജ്യം, നകാംക്ഷേ വിജയം കൃഷ്ണ, ഈ യുദ്ധം ചെയ്ത് എനിക്ക് വിജയം വേണ്ട കൃഷ്ണ. ഒരു പക്ഷേ ഞാൻ ഇതേവരെ വിചാരിച്ചു പടപൊരുതും, ഒന്നാന്തരം അവസരം, അഭൂതപൂർവമായ യുദ്ധം കൃഷ്ണന് തേരാളിയായി കിട്ടിയിട്ടുമുണ്ട്. ഈ യുദ്ധം ചെയ്ത് വിജയം സമ്പാദിച്ചാൽ വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ ലോകത്തും എന്നേക്കുമായി വിഖ്യാതനായി തീരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കാണും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയല്ല എൻ്റെ പൊന്നു കൃഷ്ണ. നകാംക്ഷേ വിജയം കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട കൃഷ്ണ. നച രാജ്യം സുഖാനി ച. എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണു?
നമുക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള രാജ്യം അത് തട്ടിപ്പറിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനാദികൾ. അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ആധിപത്യമായി, സിംഹാസനമായി, അതോടുകൂടി രാജകീയമായ പ്രതാപവും സുഖഭോഗങ്ങളും ഐശ്വര്യവുമെല്ലാം അനുഭവിക്കാം എന്നുള്ളൊരു വിചാരമല്ലേ എൻ്റെ മനസ്സ് പറയണു, ബുദ്ധി പറയണു ഇതൊന്നും വേണ്ടാന്ന്. ആ പറയുന്നതിലൊക്കെ യുക്തി ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതാ. കിം നോ രാജ്യേന ഗോവിന്ദ, തിരിച്ചു കിട്ടിയ രാജ്യം കൊണ്ട് എന്താണ് നമുക്ക് വരാനുള്ളത് നേട്ടം? കിം ഭോഗൈ ജീവിതേന വാ, സുഖഭോഗങ്ങൾ സമൃദ്ധമായി കിട്ടിയാലോ? ജീവിതേന വാ, ജീവിതം കൊണ്ട് തന്നെ എന്തു വേണം? എന്താ കാരണം? യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച.